ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ലഡ്ഡുണ് ഉണ്ടാക്കാൻ പോണത് ഡ്രൈ ഫ്രൂട്ടിൻ്റെ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂ എടുത്തിട്ടുണ്ട്, ബദാം എടുത്തിട്ടുണ്ട്, വാൾനട്ട് എടുത്തിട്ടുണ്ട്, കുറച്ച് കപ്പലണ്ടി, ഇത് പംകിൻ സീഡാണ്, ഇത് ഈന്തപ്പഴം, ഇത് വെളുത്ത എള്ള്, ഇത് ഫ്ലാക്സ് സീഡാണ്, ഇത് കറുത്ത എള്ള്. ഇത്രയാണ് ഞാൻ എടുത്തുള്ളത്. നിങ്ങൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ സൂര്യകാന്തിയുടെ സീഡ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇത് മൂന്നും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. കപ്പലണ്ടിയും പംകിൻ സീഡും ഓൾറെഡി റോസ്റ്റ് ചെയ്തതാണ്. പിന്നെ ഈന്തപ്പഴം റോസ്റ്റ് ചെയ്യണ്ട. പിന്നെ ഈ എള്ള്, ഫ്ലാക്സ് സീഡും എള്ളൊക്കെ ഒന്ന് ചൂടാക്കണം. അപ്പോൾ അതിങ്ങനെ ചൂടായി വരുമ്പോൾ ഒന്ന് പൊട്ടും, ശബ്ദം കേൾക്കാം നമുക്ക്. അപ്പോൾ ഓഫ് ചെയ്യണം, കരിഞ്ഞു പോകരുത്. എന്നിട്ട് ഇതൊന്ന് തരിതരിയായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു പാത്രം ചൂടാകാൻ വെച്ചിട്ടുണ്ട്, ഒരു ചീനച്ചട്ടി. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറേശ്ശായിട്ട് ഇതിട്ട് കൊടുക്കാം. ഇത് വാൾനട്ടാണ് ഞാനിടുന്നത്. ഇതൊന്ന് ചൂടായി കഴിഞ്ഞാൽ മറ്റേ ബദാമും അണ്ടിപ്പരിപ്പും ഇടാം. വെറുതെ ഒന്ന് ചൂടായാൽ മതി, കൂടുതൽ ഇങ്ങനെ റോസ്റ്റ് ആവുമൊന്നും വേണ്ട. ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ബദാം ഇടാം. വിൻ്ററിലൊക്കെ കഴിക്കാൻ നല്ലതാണ്, എല്ലാവർക്കും കഴിക്കാം. കുറച്ച് എനർജി ബൂസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിൽ ഈന്തപ്പഴമുണ്ട്. ഈന്തപ്പഴം നമ്മുടെ ബ്രെയിനിൻ്റെ ഹെൽത്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ ബോൺ നല്ല ബലമാക്കും, പിന്നെ ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും, പിന്നെ ഡൈജഷൻ. ഇതിൽ ഫൈബർ ഉണ്ടല്ലോ കുറേ, അപ്പം അതുകൊണ്ട് എനർജി ലെവൽ കൂട്ടും, ഹാർട്ട് ഹെൽത്ത്. പിന്നെ ഇത് ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, പിന്നെ ബോണിൻ്റെ ഹെൽത്തൊക്കെ കൂട്ടുന്നത് ഈന്തപ്പഴം. ഇപ്പോൾ ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്യൂ ഇടാം. കാഷ്യൂ വെറുതെ ഒന്ന് ചൂടായാൽ മതി. ചൂടായിട്ടുണ്ട്, നമുക്കിത് എടുക്കാം. ഇതിൽ തന്നെ ഫ്ലാക്സ് സീഡ് ഇടാം. ഇനി ചെറിയ തീയിൽ വെക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഫ്ലാക്സ് സീഡ് മലയാളത്തിൽ ചണവിത്ത് എന്നാണ് പറയുന്നത്. അതിൽ omega-3 ഉണ്ട്, ഫാറ്റി ആസിഡ്, പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കും, ബ്ലഡ് ഷുഗർ കുറയ്ക്കും, ബ്രെയിൻ ഹെൽത്തിന് നല്ലതാണ്. അങ്ങനെ പല ഗുണങ്ങളുള്ളതാണത്. പിന്നെ പംകിൻ സീഡ്, അതും നല്ലതാണ്. അതിൽ മാഗ്നീഷ്യം, സിങ്ക്, അയൺ, ഫൈബർ, ആൻറ്റി ഓക്സിഡൻറ്റ് ഇതെല്ലാം ഉണ്ട്. നമ്മുടെ ഹാർട്ട് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യും, ബ്ലഡ് ഷുഗർ കുറയ്ക്കും, കൊളസ്ട്രോൾ കുറയ്ക്കും. പിന്നെ നല്ല ഉറക്കം കിട്ടും അത് കഴിച്ചാൽ, രാത്രി കഴിക്കുകയെങ്കിൽ. ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യും. അങ്ങനത്തെ ഗുണങ്ങളൊക്കെ ഉണ്ട് പംകിൻ സീഡിന്. പിന്നെ ഇതിൽ എള്ളെടുത്തിട്ടുണ്ട്. ഞാൻ 2 തരം എള്ള എടുത്തിട്ടുള്ളത്, ഒന്ന് ബ്ലാക്കും ഒന്ന് വൈറ്റും. അത് ഏതെങ്കിലും ഒരെണ്ണം എടുത്താലും മതി. ഇവിടെ അതുണ്ടായിരുന്ന കാരണം ഞാൻ 2 തരം എടുത്തു എന്നുള്ളൂ. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഒന്ന് നോക്കിയാലും മതി, ഇത് ശബ്ദം കേട്ടില്ലെങ്കിൽ അതോ നമുക്ക് അടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഒന്ന് തകരുന്ന ശബ്ദം കേൾക്കാം.
പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട്. നമുക്ക് ശബ്ദം കേൾക്കുമെന്ന് അറിയില്ല. ഇത്ര മതി. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് പോയി ഇത് മൊരിഞ്ഞ പോലെയാവും. കടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇത് കരിഞ്ഞ പോയാൽ പിന്നെ അതിൻ്റെ ഗുണം പോവും. ഇതിലേക്ക് എടുക്കാം. ഇനി എള്ള് രണ്ടും ഒന്നിച്ചിടാം. ഇതിൽ എള്ളിട്ടിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടാക്കി എടുക്കാം. വാൾനട്ട് ബ്രെയിൻ ഹെൽത്തിനെല്ലാം നല്ലതാണ്. വെയിറ്റ് മാനേജ്മെൻറ്റ്, ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്, omega-3 ഉണ്ട്, ഫാറ്റി ആസിഡ് ഉണ്ട്, ഫൈബർ ഉണ്ട്, വിറ്റാമിൻസ്, മിനറൽസ് എല്ലാം ഉണ്ട് അതിൽ. കാൽഷ്യം പിന്നെ നല്ലതാണ്. അതിൽ വിറ്റാമിൻസ്, മിനറൽസ്, പ്രോട്ടീൻ ഉണ്ട്, ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. പിന്നെ ബദാമും അതുപോലെ തന്നെ നല്ല ഗുണങ്ങളുള്ളതാണ്. ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യും, ഹാർട്ട് ഹെൽത്ത്, ബ്രെയിൻ ഹെൽത്ത്, സ്കിൻ, ഹെയർ, ഇതിനെല്ലാം നല്ലതാണ് അത്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ല പ്രോട്ടീനും വിറ്റാമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ഇതിൽ ശർക്കര ഇടുന്നില്ല. പിന്നെ കുറച്ച് നെയ്യ് വേണമെങ്കിൽ ഒഴിക്കാം, ഇതൊന്ന് ഉരുണ്ട് കിട്ടാനായിട്ട്. അഥവാ നെയ്യ് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർ കുറച്ച് ഈന്തപ്പഴം കുറച്ച് കൂടുതൽ എടുത്താൽ മതി. അപ്പോൾ ഞാനിതിലേക്കൊരു 15 ഈന്തപ്പഴം എടുത്തിട്ടുള്ളത്. ഇത് തരിയായിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് മറ്റേതിൻ്റെ കൂടെ ഇടണ്ട, എള്ളും ഫ്ലാക്സീഡും ഒന്നും. വെറുതെ ഒന്ന് തിരിച്ചെടുത്താൽ മതി, അല്ലെങ്കിൽ അത് പൊടിഞ്ഞു പോകും കൂടുതൽ. വരിച്ചിട്ടുണ്ട്, നമുക്ക് കടിച്ചു നോക്കുമ്പോൾ അറിയാം. അപ്പോൾ ഇത് ഓഫ് ചെയ്യാം. ഇനി എല്ലാം ഒന്ന് തരിയായിട്ട് പൊടിച്ചെടുക്കാം നമുക്ക്. ഇതെല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ തരിയായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 10 ഏലക്കായും 1 ടീസ്പൂൺ ജീരകവും കൂടെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊരു സ്മെല്ലിന് വേണ്ടിയിട്ട്, സ്മെല്ലും ടേസ്റ്റും ഉണ്ടാവും. നന്നായി മിക്സ് ആക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം. ഒരു 2 ടീസ്പൂൺ. പിന്നെ ഈന്തപ്പഴം ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെ മിക്സിയിൽ അടിച്ചു വെച്ചതിന് അതും കൂടെ ഇതിലേക്ക് മിക്സ് ആക്കാം. കുരു കളഞ്ഞിട്ട് അടിക്കേണ്ട വരും. നന്നായി കുഴക്കണത്. കുഴച്ചിട്ട് ഉരുട്ടേണ്ട വിധത്തിലാവണം. അഥവാ ഈന്തപ്പഴം കുറഞ്ഞു പോയാൽ ഉരുട്ടാൻ പറ്റില്ല. അപ്പോൾ പിന്നെ കുറച്ചും കൂടി ഈന്തപ്പഴം അടിച്ചിട്ട് ഇതിലിട്ടാൽ മതി. നന്നായി മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുട്ടി നോക്കാം. അപ്പോൾ ഇത് ഉരുളനുണ്ട്. അപ്പോൾ ഇത്രയും മതി. അഥവാ അത് ഉരുട്ടാൻ പറ്റണില്ലെങ്കിൽ കുറച്ചും കൂടി ഈന്തപ്പഴം കുരു കളഞ്ഞിട്ടൊന്ന് അടിച്ച് മിക്സാക്കിയാൽ മതി. അപ്പോൾ അതിൽ ശർക്കരയും പഞ്ചസാരയും ഒന്നും തീരില്ല. അപ്പോൾ അതെല്ലാവർക്കും കഴിക്കാൻ പറ്റും. ഡയബറ്റീസ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം കഴിക്കാൻ പറ്റും. എല്ലാതും ഇങ്ങനെ ഉരുട്ടി വയ്ക്കാം. എല്ലാം ഉരുട്ടി കഴിഞ്ഞു. അപ്പോൾ
അപ്പോൾ ഇതിൽ നിറയെ വിറ്റാമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ, omega-3 എല്ലാം കൂടിയുള്ളൊരു ലഡ്ഡുണ്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി കഴിച്ച് നോക്കണം. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് തന്നെ പ്രൊമോട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. താങ്ക് യു.